ദൈവത്തിന് സ്തുതി. ഞാനിന്നിവിടെ നിൽക്കാൻ കാരണം മാതാവും ഉണ്ണീശോയും എനിക്ക് തന്ന ഒരു അനുഗ്രഹം സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മകനെ തന്നത്. എൻ്റെ പേര് സാലി, ഇതെൻ്റെ ഹസ്ബൻഡ് ജോജി, ഇത് ഞങ്ങളുടെ മകൻ ഇവാൻ. എൻ്റെ കല്യാണം കഴിഞ്ഞ് 11 വർഷമായി. എനിക്ക് 4 അബോർഷൻ കഴിഞ്ഞു. 5ാമതൊരു മകനുണ്ടായി. അവൻ 5ാം മാസത്തെ സ്കാനിങ്ങിൽ മൾട്ടിപ്പിൾ BSD ആണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും എന്നെ അവർ ഡെലിവറിക്ക് എടുക്കാതെ പറഞ്ഞ് എറണാകുളം അമൃതയിലോട്ട് വിട്ടു. 7 മാസം തൊട്ടുള്ള ചെക്കപ്പ് മുഴുവൻ എറണാകുളം അമൃതയിലായിരുന്നു. 9ാം മാസം അവിടുന്ന് സിസേറിയനിൽ കൂടെ എനിക്കൊരു മകൻ ജനിച്ചു. എന്നാൽ അവന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു കളർ ചേഞ്ചും, കരയുമ്പോൾ ശ്വാസത്തിന് സ്പീഡ് കുറച്ച് കൂടുതലാകും. മാസം ചെക്കപ്പ് നടത്തി അങ്ങനെ പോന്നു. ജനിക്കുമ്പോൾ തന്നെ സർജറി 2 എണ്ണം വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 8ാം മാസം ആയിട്ട് മതി സർജറി എന്ന് പറഞ്ഞു. 7 കഴിഞ്ഞ് 8ാം മാസം ചെക്കപ്പിന് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്സിജൻ്റെ അളവ് കുറവാണ്, എമർജൻസി സർജറി വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റായി. ഡിസംബർ 8 ഞങ്ങൾ 2024 ഡിസംബർ 8 ഞങ്ങൾ അഡ്മിറ്റായി. 11 സർജറി. 95% അവനെ തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ സർജറിക്ക് സൈൻ ചെയ്യുന്നത്. എന്നാൽ സർജറി കഴിഞ്ഞ് 11ാമത്തെ ദിവസം അവൻ ഞങ്ങളെ വിട്ട് ഈശോയുടെ അടുത്തേക്ക് പോയി. ജീവിതം ആകെ അസ്തമിച്ചിരിക്കണേ. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. കാരണം 9 വർഷം കാത്തിരുന്നിട്ട് കിട്ടിയ മകനായിരുന്നു അത്. ഒരുപാട് സന്തോഷിച്ചിരുന്നു ഞങ്ങൾ. അവൻ പോയതോടുകൂടെ ഞങ്ങളുടെ ജീവിതം ഇനി വേണ്ട, ഞങ്ങൾ 2 പേരും കൂടെ മരിക്കാൻ തന്നെ തീരുമാനിച്ച നിമിഷങ്ങളായിരുന്നു. ഹസ്ബൻഡ് ഡെയിലി പിന്നെ ആരോടും കൂടുതൽ സംസാരിക്കാതെയായി. മദ്യപാനം തുടങ്ങി. ഞാൻ ആരോടും സംസാരിക്കാതെ, ഫോൺ പോലും വന്നാൽ എടുക്കാതെയായി. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ പാലക്കാട് നിന്ന് ചേട്ടായിയുടെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചൻ്റെ അമ്മ അവിടുന്ന് വിളിക്കുകയും ചേട്ടായിനെ അങ്ങോട്ട് വിളിച്ച് മാതാവിൻ്റെ ഉപ്പും ഇവിടുന്ന് ഒരു ജപമാലയും ചേട്ടായിയുടെ കയ്യിൽ കൊടുത്തുവിട്ട് ഈ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ഡെയിലി മാതാവിൻ്റെ ജപമാല ചൊല്ലി ഉപ്പ് ഉപയോഗിച്ചു പോന്നു. മകൻ മരിച്ച് കറക്റ്റ് 2 മാസം. അവൻ ഡിസംബർ 21 ഞങ്ങളെ വിട്ടുപോയി. ജനുവരി ഫെബ്രുവരി 2ാമത് എനിക്ക് ഒരു മകനെ മാതാവ് അത്ഭുതകരമായി തന്നു. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അമൃതയിൽ സർജറി കഴിഞ്ഞ സമയത്ത്, എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് എൻ്റെ ചേച്ചിയോട് ഡോക്ടർ പറഞ്ഞിരുന്നു ഇനി 1.5 വർഷം കഴിഞ്ഞ് ഗർഭിണിയാവാൻ പാടുള്ളൂ, കാരണം ഗർഭപാത്രത്തിന് കട്ടിക്കുറവാണ്, തൊടുന്നിടത്തെല്ലാം ബ്ലീഡിങ് ഉണ്ടാവുകയാണ് എന്ന്. എന്നാൽ എൻ്റെ മകൻ എൻ്റെ കൂടെ ജീവിച്ചതാകെ 7 മാസമാണ്. അവൻ പോയി കറക്റ്റ് 2 മാസം. അപ്പോൾ 9ാം മാസം ഞാൻ വീണ്ടും പ്രഗ്നൻസിയായി. ഞാൻ ഓൺലൈൻ ഉടമ്പടി 2024 2 ഉടമ്പടി എടുത്ത ആ മാസം തന്നെയാണ് ഞാൻ ഇവനെ ഗർഭിണിയായത്. തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വരാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇവന് 1.5 മാസം എൻ്റെ വയറ്റിലുള്ളപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദനയും ചെറിയ സ്പോട്ടിങ്ങും ഉണ്ടായി. ഡോക്ടറെ കണ്ടു. ഡെയിലി ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ 20 യൂണിറ്റ് ഡെയിലി എടുക്കണം, 7 മാസം എടുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ മാതാവിൻ്റെ അടുത്തോട്ട് വരാനുള്ള യാത്ര മുടങ്ങി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. 4 മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. 4 മാസം ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു. മാതാവിൻ്റെ ഉപ്പും ജപമാലയും ഞാൻ ഉപയോഗിച്ചു പോന്നു. 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറവ് തോന്നി. ഞാൻ എൻ്റെ ഹസ്ബൻഡുമായി 4 മാസം ഗർഭിണി ഞാനിവിടെ വന്നു. ട്രെയിനിലും യാത്രയിലൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഉടമ്പടി ക്ലാസ്സിൽ കയറാനും ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. എനിക്ക് 20ാമത്തെ ടോക്കൺ കിട്ടി. ഞാൻ ഫസ്റ്റത്തെ ഉടമ്പടി തന്നെ എടുത്തു. വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ ഞാൻ അമ്മയുടെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അമ്മേനെ കഴിയുമെങ്കിൽ ഒന്ന് കയ്യിലെടുക്കാൻ കിട്ടണം, എനിക്ക് എൻ്റെ യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്, എൻ്റെ പോയ മകനെ തന്നെ എനിക്ക് തരണം, അവനെ തന്നെ എനിക്ക് വേണമെന്ന് ഞാൻ പ്രത്യേകം മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. 4 മാസം കഴിഞ്ഞിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നു. പിന്നെ ഞാൻ ഒരു ഇഞ്ചക്ഷൻ പോലും, പ്രസവം വരെ 7 മാസം ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു. ആ 4 മാസം ഇഞ്ചക്ഷൻ ഞാൻ എടുത്ത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു ഇഞ്ചക്ഷൻ പോലും ഞാൻ എടുത്തിട്ടില്ല. മാതാവിൻ്റെ എണ്ണയും ഉപ്പും തേനും ഉപയോഗിച്ച് ജപമാല ചൊല്ലിയാണ് തന്നെയായിരുന്നു. എനിക്കൊരു ധൈര്യമായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്, എനിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ല, എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അതിപ്പോഴും എനിക്കൊരു ധൈര്യമുണ്ട്. എന്തെല്ലാം ഒരു തടസ്സങ്ങൾ വന്നാലും മാതാവിനെ വിളിക്കുമ്പോൾ ഒരു വലിയൊരു ധൈര്യമാണ് മനസ്സിൽ. അമ്മയുണ്ട്, ഈശോ ഉണ്ട്, കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം എനിക്ക് വരുന്നുണ്ട്.
അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ 4-ാം മാസം ഇഞ്ചക്ഷൻ നിർത്തി. ഡോക്ടർക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് പോകുന്നത് തന്നെയാണ് ഡോക്ടർക്ക് അറിഞ്ഞിരുന്നത്. പ്രസവം ഒക്ടോബർ 21 എനിക്ക് ഇവൻ 3,300 വെയിറ്റിൽ ഒരു കുഴപ്പവും കൂടാതെ സിസേറിയനിൽ കൂടെ 17 മാസത്തിനുള്ളിൽ 2 പ്രസവം എനിക്ക് ഇവനെ കിട്ടി. ഒരു കുഴപ്പവും എൻ്റെ കുഞ്ഞിനില്ല. അമ്മ മാതാവും ഈശോ എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി ഞാൻ പറയുകയാണ്. പ്രാർത്ഥിച്ചാൽ മാതാവ് കൂടെ ഉണ്ട്, അത്ഭുതം തരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഇനിയൊരു കുഞ്ഞുണ്ടാവുമോ എന്നറിയാത്ത, അങ്ങനെ മരിക്കാൻ തോന്നിയ നിമിഷത്തിലാണ് അമ്മ മാതാവ് എനിക്ക് ഈ കുഞ്ഞിനെ തന്നത്. അതെനിക്ക് വലിയൊരു ഇതാണ്, നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുകയാണ്. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വേണ്ടി ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ 2-3 പേരുടെ പേര് ഞാൻ വെച്ചിട്ടുമുണ്ട്. ആ പേര് വെച്ച് 2 പേർക്ക് ഇന്ന് പ്രഗ്നൻസി ആണ്. 2 പേര് അവരുടെ പേരും സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയണത്, ഞാനൊരു നേഴ്സാണ്. എനിക്ക് ബ്ലീഡിംഗ് ആയിട്ട് ഇരുന്ന സമയത്തും കൂടി, അത് അന്നായാലും ഇന്നായാലും എൻ്റെ ഹസ്ബൻഡ് ഏത് രാത്രി ഒരു രോഗി വന്ന് എൻ്റെ അടുത്ത് ഒരു ആവശ്യം പറഞ്ഞാലും എത്ര ദൂരെ ആയാലും എന്നെ കൊണ്ടുപോകും. അവർക്ക് റൈസ് ട്യൂബ് മാറ്റാനും കത്തീറ്റർ മാറ്റാനും BP നോക്കാനും മുറിവ് കെട്ടാനും എന്നെക്കൊണ്ട് പറ്റണത് ചെയ്യാൻ ഞാൻ പോകും. ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും പ്രതിഫലം ഞാൻ ഇന്നേ നിമിഷം വരെ ഞാൻ വാങ്ങിയിട്ടില്ല. എത്ര വലിയ ഇതായാലും എനിക്ക് അറിയണതാണെങ്കിൽ ഞാൻ ഒരു OT സ്റ്റാഫാണ്, ഞാൻ ചെയ്തു കൊടുക്കും. അതേപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത്, ഇവിടുത്തെ ധ്യാനം ഞാൻ യൂട്യൂബിൽ കൂടി അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യം കൂടി അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. കൃപാസന പത്രം 2 വട്ടം ഞാൻ വാങ്ങി ഞാൻ എല്ലാവർക്കും ഞാൻ തന്നെ പോയി കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ഡെയിലി കുടുംബ പ്രാർത്ഥന ഉണ്ടായി. ഹസ്ബൻഡിന് കുറേ മാറ്റങ്ങൾ വന്നു. കുടുംബത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം പരിഹരിച്ചു. ഇപ്പോൾ ഒരു മകൻ ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾ അവന് ഇവാൻ എന്നാണ് പേരിട്ടേക്കണേ. ദൈവത്തിൻ്റെ മഹത്വം എന്നാണ് ആ വാക്കിനർത്ഥം. അവൻ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ധൈര്യമുണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. ഇതത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ.